Good morning. Good morning, Miss. Good morning. എന്തുപറ്റി ഉഷാറില്ലാത്ത പോലെ എക്സാമിന്റെ ടെൻഷനാണോ? ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് ടൈം ടേബിൾ വന്നിട്ടുണ്ടോ? എനിക്കറിയില്ല കേട്ടോ, ചോദിച്ചതാണ്. ഡേറ്റ് പറഞ്ഞിട്ടില്ലല്ലേ? 1 മിനിറ്റ് ഇല്ല, ഡേറ്റ് പറഞ്ഞിട്ടില്ല. ഓക്കെ, ടെർമിനോളജി ആരെങ്കിലും എടുത്തോ? മിസ്സുമാര് സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? ആരെടുത്തേ? പേര് എടുത്തല്ലേ? ആദര മിസ് എടുത്തായിരുന്നോ? കോമ്പിനേഷൻസ് തുടങ്ങി. നമുക്ക് തുടങ്ങാം കേട്ടോ, സ്റ്റാർട്ട് ചെയ്യാം. ശ്രീലക്ഷ്മി ഇല്ലേ? ശ്രീലക്ഷ്മിനെ കണ്ടില്ലല്ലോ മിസ് ഒന്ന്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ചാപ്റ്റർ 35 മെഡിക്കൽ ടെർമിനോളജി. ഈ മന്ത് അറിയില്ല കേട്ടോ. ഹോസ്പിറ്റലാണ്. എന്ത് പറ്റി ഹോസ്പിറ്റല്? ഈ മന്ത് ചിലപ്പോ ഉണ്ടാവും, ലാസ്റ്റോട് കൂടി ചിലപ്പോ ഉണ്ടാവും കേട്ടോ. ഓൺലൈൻ 1ഉം 2ഉം ഡ്യൂൽ എക്സാം ചിലപ്പോ ഉണ്ടാവുന്നത്. ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത് മാത്രമല്ലേ എടുക്കാനുള്ളൂ ടെർമിനോളജി. ഓക്കെ, പഠിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെഡിക്കൽ ടെർമിനോളജി. The language of medicine originated from Greek and Latin. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ആണ്. അത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ വേർഡിൽ. മെഡിക്കൽ ടെർമിനോളജി is employed in international language. എന്താണ് മെഡിക്കൽ ടെർമിനോളജിനെ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇന്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇന്റർനാഷണൽ. ഓക്കെ, വെക്കാം. And it is also essential to communicate with other medical workers. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ മെഡിക്കൽ ടെർമിനോളജി അല്ലെ, മെഡിക്കൽ വേർഡ്സുകൾ അല്ലെ, മെഡിക്കൽ ടേമുകള് ഇങ്ങനെ മെഡിക്കൽ ടെർമിനോളജി എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? മെഡിക്കൽ വർക്കേഴ്സിന് അല്ലെ, മെഡിക്കൽ വർക്കേഴ്സിന് അവരുടെ ഇടയിൽ അവര് തമ്മില് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, എളുപ്പത്തിന് വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെഡിക്കൽ ടെർമിനോളജി ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇനി എന്താ പറയുന്നത്? മെഡിക്കൽ ടെർമിനോളജി is a language used to specifically describe the human body, elements, method and circumstances etc. ഇനി മെഡിക്കൽ ടെർമിനോളജി നമ്മൾ പറഞ്ഞു, മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ടേം ആണ് അല്ലെ. അതെന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്? ഹ്യൂമൻ ബോഡി. അതുപോലെ തന്നെ ആ ഹ്യൂമൻ ബോഡി നടക്കുന്ന പ്രോസസ്സിനെ കുറിച്ച്,
അതിന്റെ എലമെന്റ്സ്, മെത്തേഡ്, രോഗ കാരണങ്ങൾ ഇവയൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് കേട്ടോ. മീഡിയം ഓരോ വേർഡ്സുകൾ നമ്മളിപ്പോ ആ ടേമുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ടെർമിനോളജി റിക്വയർസ് ദ വേർഡ് ഡൗൺ into their separate components. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെർമിനോളജി നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് സെപ്പറേറ്റ് കമ്പോണൻസുകൾ ആക്കിയിട്ടാണ് നമ്മൾ പഠിക്കാറ് അല്ലെ. ഏതൊക്കെയാണ്? പ്രിഫിക്സ്, സഫിക്സ് ആൻഡ് റൂട്ട് വേർഡ്സ് ആൻഡ് ഹാവിംഗ് എ സോളിഡ് പ്രാക്ടിക്കൽ നോളജ് ഓഫ് ദോസ് പാർട്സ്. എന്താണ് പ്രിഫിക്സ് എന്ന്? സഫിക്സും അതുപോലെ തന്നെ റൂട്ട് വേർഡ്സ്, അതുപോലെ തന്നെ ഒരു കമ്പോണന്റ് നമ്മൾ പഠിക്കും വൗവൽ അറ്റാച്ചിങ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇവിടെ കൊടുത്തിട്ടില്ല, ലാസ്റ്റ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്, പറഞ്ഞു തരാം. 4 തരത്തിലാണ് ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് എന്താണ് കമ്പോണൻസുകളാക്കി തിരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ടെർമിനോളജി പഠിക്കുന്നത്. പ്രിഫിക്സ്, സഫിക്സ്, റൂട്ട് വേർഡ്സ്. ക്ലിയർ ആയോ ആ പാരഗ്രാഫ്? ഇൻട്രൊഡക്ഷൻ മനസ്സിലായോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് ഏത്? പ്രിഫിക്സ്. A prefix means a word attached at the beginning of the word. Okay, one underline ചെയ്തു വെച്ചേ. A prefix means a word attached at the beginning of a word. അത്രമാത്രം മാർക്ക് ചെയ്ത് വെട്ടോ. അത്രമാത്രം ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. ഓക്കെ, എന്താണ് പ്രിഫിക്സ് എന്താണെന്നുള്ളത് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ കേട്ടോ. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെഡിക്കൽ ടേമിന്റെ തുടക്കഭാഗം അല്ലെ, ബിഗിനിങ് ഓഫ് വേർഡാണ്. തുടക്കഭാഗത്തെയാണ് നമ്മൾ പ്രിഫിക്സ് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ആൻഡ് ജനറലി ഡിസ്ക്രൈബ് ലൊക്കേഷൻ ആൻഡ് ഇന്റൻസിറ്റി. ഇനി പ്രിഫിക്സ് ആർ ഓഫ്റ്റൻ ഫോർം ദ ജനറൽ ലാംഗ്വേജ്. ഈ പ്രിഫിക്സ് ജനറൽ ആയിട്ട് മെഡിക്കൽ ലാംഗ്വേജ് പോലെ തന്നെ ജനറൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. ഓട്ടോ പൈലറ്റ്, പൈലറ്റിന്റെ തുടക്കഭാഗം ഏതാണ്? ഓട്ടോ. അതാണ് പ്രിഫിക്സ്. മനസ്സിലായോ? ഓട്ടോ പൈലറ്റില് ഓട്ടോ എന്ന് പറയുന്നതാണ് പ്രിഫിക്സ്. അപ്പോ സബ്മറൈൻ അതെന്തായിരിക്കാം? ഏതായിരിക്കാം പ്രിഫിക്സ് വരുന്നത്? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഓട്ടോ പൈലറ്റില് പൈലറ്റിന്റെ തുടക്കഭാഗമാണെങ്കിൽ വെരി ഗുഡ്, സബ് ആണ് അല്ലെ പ്രിഫിക്സ്, തുടക്കഭാഗം. ഓക്കെ. മറൈൻ ആണോ? എന്താണ് ഒരു വേർഡിന്റെ തുടക്കഭാഗം? ആൽവിൻ ശ്രദ്ധിക്കാട്ടോ. അവിടെ ഒന്ന് മലയാളത്തിൽ എഴുതി വെച്ച് പ്രിഫിക്സ് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? മെഡിക്കൽ ടേമിന്റെ തുടക്കഭാഗം അല്ലെ, ആദ്യ ഭാഗമാണ്. അപ്പോൾ ട്രൈസിക്കിൾ, ആൽവിൻ ഒന്ന് പറഞ്ഞേ. ട്രൈസിക്കിൾ എന്തായിരിക്കാം പ്രിഫിക്സ് വരുന്നത്? ട്രൈസിക്കിൾ, ബൈസിക്കിൾ എന്ന് പറയുമ്പോ ഏത് ഭാഗമായിരിക്കാം? ഏതായിരിക്കാം പ്രിഫിക്സ് ആയിട്ട് വരുന്നത്? ട്രൈ. കിട്ടിയില്ലേ? ഓക്കെ. Okay, and in medical as well as the scientific terminology, when the medical word ventilation എന്ന് പറഞ്ഞാൽ എന്താണ്? വായു പ്രവാഹം അല്ലെ. മെഡിക്കൽ വേർഡ് ആണ് വെന്റിലേഷൻ. അതിന്റെ മീനിങ് ആണ് വായു പ്രവാഹം. contains a prefix hyper. പ്രിഫിക്സ് എന്ന് പറയുന്ന ഹൈപ്പർ. ഓക്കെ, ആ ഹൈപ്പർ വേർഡ് ചേർത്ത് കൊടുക്കുമ്പോ എന്താവും? അത് the meaning of the word is changed. ആദ്യം പറഞ്ഞു മെഡിക്കൽ വേർഡ് വെന്റിലേഷൻ, വായു പ്രവാഹമാണ് അതിന്റെ അർത്ഥം. ഇനി പ്രിഫിക്സ് വേർഡ് ഹൈപ്പർ എന്ന ആ പദവും കൂടി അല്ലെങ്കിൽ ആ വേർഡും കൂടി ഈ വെന്റിലേഷനെ കൂടി ചേർത്ത് കൊടുക്കുമ്പോ എന്തായിട്ട് മാറും? അത് ഹൈപ്പർ വെന്റിലേഷൻ അല്ലെ. പ്രിഫിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വേർഡിന്റെ തുടക്കഭാഗമാണ്. നമ്മള് ആ വെന്റിലേഷന്റെ കൂടെ നമ്മൾ ഹൈപ്പർ ചേർത്ത് കൊടുക്കുമ്പോ എന്താവുന്നുണ്ട്? ഹൈപ്പർ വെന്റിലേഷൻ ആവുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ വേർഡ് മീനിങ് മാറുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ദ്രുതഗതിയിലുള്ള ശ്വാസം. മനസ്സിലായോ? ദ്രുതഗതിയിലുള്ള ശ്വാസം. ഓക്കെ, വെന്റിലേഷൻ എന്ന് പറയുന്നത് വായു പ്രവാഹം, അതിനോടുകൂടി ഹൈപ്പർ ചേർത്ത് കൊടുക്കുന്നു. ഹൈപ്പർ എന്ന പ്രിഫിക്സ് വേർഡ് ചേർത്ത് കൊടുക്കുമ്പോ അവിടെ വേർഡില് ചേഞ്ചസ് ഉണ്ടാകുന്നത്, ഹൈപ്പർ വെന്റിലേഷൻ ആയിട്ട് മാറുന്നത്. കിട്ടിയോ? ഇനി നോട്ട് ഓൾ മെഡിക്കൽ ടേംസ് ഹാവ് പ്രിഫിക്സ്. ഇനി എല്ലാ മെഡിക്കൽ ടേമിനും പ്രിഫിക്സ് ഉണ്ടാവണമെന്നില്ല. To learn to identify a few of more commonly used medical prefix, you can make out the meanings of terms
that may not be instantly familiar to you. അപ്പൊ എന്താണ് നമുക്ക് പ്രിഫിക്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെങ്കിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ജസ്റ്റ് നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കാം. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ വേർഡിന്റെ തുടക്കഭാഗമാണ്. മെഡിക്കൽ ടേമിന്റെ തുടക്കഭാഗത്തെയാണ് പ്രിഫിക്സ് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. A prefix means a word attached at the beginning of a word. കിട്ടിയോ? അത്ര മാത്രം പഠിച്ചാൽ മതി. ഓക്കെ ആണോ? വായിച്ചു നോക്കി പ്രിഫിക്സ് എന്താണെന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇൻട്രൊഡക്ഷൻ അതുപോലെ തന്നെ പ്രിഫിക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുക. ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് പ്രിഫിക്സില്? ഓക്കെ ആണോ പ്രിഫിക്സ്? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് സഫിക്സ് കേട്ടോ. പ്രിഫിക്സ് എന്ന് പറഞ്ഞത് മെഡിക്കൽ ടേമിന്റെ എന്താ പറഞ്ഞത്? മെഡിക്കൽ ടേമിന്റെ ഏത് ഭാഗമാണ് പ്രിഫിക്സ് എന്ന് പറഞ്ഞാല്? മറക്കരുതേ. ഏത് ഭാഗമാണ് പ്രിഫിക്സ്? തുടക്കം. വെരി ഗുഡ്. ഇനി അപ്പൊ സഫിക്സ് ആവുമ്പോഴോ? സഫിക്സ് are used at the end of the word to alter the real meaning. ലാസ്റ്റ് ഭാഗമാണ് അല്ലെ മെഡിക്കൽ ടേമിന്റെ ലാസ്റ്റ് ഭാഗമാണ് സഫിക്സ് എന്ന് പറയുന്നത്. In medical terminology, a suffix normally points out, indicates a procedure, condition, disease, or parts of which. അപ്പോ അതുപോലെ തന്നെ സഫിക്സ് എന്താണ്? എന്തിന്റെ ഭാഗമാണ്? പ്രൊസീജിയറിന്റെ, കണ്ടീഷന്റെ, ഡിസീസസ് രോഗത്തിന്റെ, അതുപോലെ തന്നെ പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സഫിക്സ് യൂസ് ചെയ്യുന്നത്. എ കോമൺലി യൂസ്ഡ് സഫിക്സ് ഈസ്, അവിടെ ഇറ്റ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, അവിടെ ഐറ്റിസ് എന്നാക്കണം കേട്ടോ. ITIS കറക്റ്റ് ആണോ? നിങ്ങളുടെ PDF കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇറ്റ്സ് എന്നാണോ? തെറ്റുണ്ടേ തിരുത്തണം നമ്മള്. ITIS ഐറ്റിസ് തിരുത്തിയിട്ടുണ്ടോ? അവിടെ ഇവിടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇല്ല, അപ്പൊ ഒന്ന് തിരുത്താം കേട്ടോ. സഫിക്സ് ഈസ് ഐറ്റിസ്. ITI ഇവിടെ ഒരു ഐ ചേർത്ത് കൊടുക്കാം. IS itis, which means itis means എന്താണ്? ഇൻഫ്ലമേഷൻ. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ?
become. സഫിക്സില് സഫിക്സ് എന്ന് പറഞ്ഞാല് എൻഡ് വേർഡ് ആണല്ലേ, എൻഡ് ഓഫ് ദി വേർഡ് ആണ്. ഓക്കെ, അപ്പൊ ഐറ്റിസ് എന്ന് പറഞ്ഞാല് ഇൻഫ്ലമേഷൻ ആണ് മീൻ ചെയ്യുന്നത്. അതിന്റെ മീനിങ്, ഐറ്റിസിന്റെ മീനിങ് ഇൻഫ്ലമേഷൻ ആണ്. become. ഓക്കെ, നീര്. When this suffix is paired with the prefix arthro. Okay, ഇനി നമ്മൾ ഈ സഫിക്സിനെ, ഐറ്റിസ് എന്ന് പറഞ്ഞ സഫിക്സിനെ എന്തിൽ കൂടി പെയർ ചെയ്യുന്നത്? പ്രിഫിക്സ് വേർഡ് ആണ് ആർത്രോനെ കൂടി കമ്പൈൻ ചെയ്യുന്നു. which means joint, a word that which means ആർത്രോ എന്ന് പറഞ്ഞാല് എന്താണ്? ജോയിന്റ് ആണ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ സഫിക്സ് എന്ന് പറഞ്ഞ ഐറ്റിസ് വേർഡ്, അതിന്റെ മീനിങ് എന്ന് പറഞ്ഞത് ഇൻഫ്ലമേഷൻ ആണ്. ഈ സഫിക്സിനെ കൂടി പ്രിഫിക്സ് എന്ന ആർത്രോ എന്ന വേർഡ് ജോയിൻ ചെയ്യുന്നു. ആർത്രോ മീൻസ് ജോയിന്റ് എന്നാണ്. അപ്പം നോക്കിയേ, the word that comes out is arthritis. Okay, അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നിയോ നിങ്ങൾക്ക്? പ്രിഫിക്സ് ആർത്തോ ആയിരുന്നു, ഇവിടെ കമ്പൈൻ ചെയ്തപ്പോ എന്തായിട്ട് മാറി? ആർത്രൈറ്റിസ് എന്ന് മാറിയില്ലേ? എന്തുകൊണ്ടായിരിക്കാം അവിടെ ഓ ചേർത്ത്, ഓ മാറ്റിയിട്ട് ഐ ചേർത്ത് കൊടുത്തത്? നോക്കിക്കോളൂ, ഇൻഫ്ലമേഷൻ ഓഫ് ദ ജോയിന്റ് എന്നാണ് ആർത്രൈറ്റിസിന്റെ അർത്ഥം. എന്താണ്? ഓക്കെ, സന്ധിവാദം. ഓക്കെ, അത് ജോയിൻ ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? ആർത്രൈറ്റിസ് എന്ന് കിട്ടിയല്ലേ? അതിന്റെ മീനിങ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ജോയിന്റ്. മനസ്സിലാവുന്നുണ്ടോ? ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഡൗട്ട് വരുന്നുണ്ടോ? ആൽവിൻ കിട്ടിയോ? ഒന്നുകൂടി പറയാം. ഓക്കെ, ആ കണക്ഷൻ കിട്ടുന്നുണ്ട് അല്ലെ? കിട്ടിയിട്ടില്ല അല്ലെ? ഓക്കെ, പറയാം. സഫിക്സ് എന്താണ്? എൻഡ് ഓഫ് ദി വേർഡ് ആണല്ലേ. സഫിക്സ് എന്ന് പറഞ്ഞ ഐറ്റിസ്, ഐറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ആണ്. ഓക്കെ, കിട്ടിയില്ലേ? ഇൻഫ്ലമേഷൻ, ഐറ്റിസ് കേട്ടോ. ഈ വേർഡ് ആണ് അവിടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, ഐറ്റിസ്. അതുപോലെ തന്നെ പ്രിഫിക്സ് വേർഡ് ആർത്തോ. ഈ ആർത്തോനെ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഐറ്റിസ് ആഡ് ചെയ്യുന്നു. അതിന്റെ മീനിങ് ഒന്ന് നോക്കട്ടെ നിങ്ങള്. ആർത്രോ, പ്രിഫിക്സ് എന്താണ്? ഫസ്റ്റ് ഭാഗം അല്ലെ, ബിഗിനിങ് വേർഡ് ആണ്. അതിനെ കൂടി സഫിക്സിന്റെ ഐറ്റിസ് ചേർത്ത് കൊടുക്കും. അപ്പൊ എന്ത് കിട്ടി? ആർത്രൈറ്റിസ് എന്ന് കിട്ടി. ക്ലിയർ ആയോ? കണക്ഷൻ കിട്ടിയോ? പ്രിഫിക്സും സഫിക്സിന്റെ ആ മീനിങ് ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. പ്രിഫിക്സ് എന്ന് പറഞ്ഞാല് ബിഗിനിങ് വേർഡ് ആണ് അല്ലെ, അതാണ് ഇവിടെ കിടക്കുന്നത്, ആർത്രൈ അല്ലെ? ഓക്കെ, ഇനി ഐറ്റിസ് എന്ന് പറഞ്ഞാൽ സഫിക്സ് ആണ്, എൻഡ് ഓഫ് ദ വേർഡ് ആണ്. കിട്ടിയില്ലേ? ഓക്കെ, അതിന്റെ മീനിങ് വരുന്നത് നോക്കിയേ, രണ്ടും കൂടി യോജിച്ചപ്പോ മീനിങ് വരുന്നത് ഇൻഫ്ലമേഷൻ ഓഫ് ദി ജോയിന്റ്, സന്ധിവാതം. ഇനി നിങ്ങൾക്ക് സംശയം തോന്നാം, ആർത്രോ ആയിരുന്നല്ലോ ഇവിടെ, എന്താണ് ഇങ്ങോട്ട് വന്നപ്പോ ഐ ചേർത്ത് കൊടുത്തത്? അപ്പോൾ നോക്കിയേ, sometimes it is essential to alter the last letter or letters to the root word or prefix when the suffix added to make pronunciation easier. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊനൗൺസിയേഷൻ ഈസിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഐ ചേർത്ത് കൊടുത്തത്. ബബിൾസ്, ഇവിടെ എന്റെ കമ്പൈനിങ് ബബിള് പറയുന്നുണ്ട് കേട്ടോ. ആ ബബിള് നമ്മള് ഇടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോ വേർഡ്സിന്റെ ഇടയിൽ. ഇതിനു വേണ്ടിയിട്ടാണ്, പ്രൊനൗൺസിയേഷൻ ഈസിയർ ആക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, ആർത്രൈറ്റിസ് അങ്ങനെ പറയുമ്പോ എന്താണ്? അതൊരു ചേർച്ചയില്ലാതിരിക്കുന്നുണ്ട് അല്ലെ. ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോ എന്താണ്? നമുക്ക് ഒന്നുകൂടി കുറച്ചുകൂടി എളുപ്പമാകുന്നുണ്ട് അല്ലെ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ സഫിക്സ് ഒന്ന് വായിച്ചു നോക്കി, ഒന്ന് മനസ്സിലാക്കി, ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഇത്രയും ഒന്നും നിങ്ങൾ പഠിക്കൊന്നും വേണ്ട കേട്ടോ. സഫിക്സ് എന്ന് പറഞ്ഞാല് എൻഡ് ഓഫ് ദി വേർഡ് ആണെന്ന് പഠിക്കാം. മറ്റത് എന്താണ്? പ്രിഫിക്സ് എന്താണ്? ബിഗിനിങ് ഓഫ് ദി വേർഡ് ആണ്. അത് മാത്രം ഒന്ന് തലയിൽ കേൾക്കാം കേട്ടോ. മനസ്സിരുത്തി വായിക്കാം കേട്ടോ.
ആണോ? കൺസെപ്റ്റ് കിട്ടിയോ? സഫിക്സ് ആൻഡ് പ്രിഫിക്സ്. ഓക്കെ, ഡൗട്ടൊന്നുമില്ല. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് റൂട്ട് വേർഡ്. ഞാൻ പറഞ്ഞു റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ ടേമിന്റെ ഒരു എസെൻഷ്യൽ പാർട്ടാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ഭാഗമാണെന്ന് പറയാൻ പറ്റും നമുക്ക്. The chief part of or stem of a word is known as root word. Underline ചെയ്യാട്ടോ. Okay, the chief part or stem of a word is known as root word. അപ്പൊ നിങ്ങളൊരു പ്ലാന്റ് എടുക്കാം, ഒരു ചെടി എടുക്കുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? ഏതായിരിക്കും? ഏതായിരിക്കും ചെടിയുടെ പ്ലാന്റിന്റെ റൂട്ടാണല്ലേ? ഓക്കെ, ഇത് അത് മാത്രമൊന്ന് ആ കൺസെപ്റ്റ് ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. ഇത് റൂട്ടാണ്, വേരില്ലാതെ നമുക്ക് പറയാൻ പറ്റുന്നു അല്ലെ? അല്ലെങ്കിൽ അതെന്താണ്, പിന്നെയും അത് വലുതാവില്ല, പാടിപ്പോലെ വേരില്ലെങ്കിൽ. ഓക്കെ, അതുപോലെ തന്നെ മെഡിക്കൽ ടേമില് റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ പാർട്ടാണ്, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ഭാഗമാണെന്ന് പറയാൻ പറ്റും. The root word carries the essential meaning of the word. Is frequently point out the body parts. Okay, അതായത് സാധാരണയായിട്ട് ഏതെങ്കിലും ബോഡി പാർട്സിനെയൊക്കെയാണ് ഈ റൂട്ട് വേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. With a combining from the root word and combining vowel. മിസ് ഒന്ന് പറഞ്ഞില്ലേ? ആദ്യം പറഞ്ഞില്ലേ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. Combining vowel like. നമുക്ക് വവൽ അറിയാലോ. വവൽസ് ഏതൊക്കെയാണ്? എ ഇ ഐ ഒ യു അല്ലെ വവൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മേ ബി ബ്ലെൻഡഡ് വിത്ത് അതർ റൂട്ട് വേർഡ്, എ പ്രിഫിക്സ് ഓർ എ സഫിക്സ് ടു ഡിസ്ക്രൈബ് എ പാർട്ടിക്കുലർ സ്ട്രക്ചർ ഓർ കണ്ടീഷൻസ്. അപ്പോ ഈ വവൽസ് എന്തിനൊക്കെ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്? റൂട്ട് വേർഡിലേക്ക് പ്രിഫിക്സിനെ കൂടി അതുപോലെ തന്നെ സഫിക്സിനെ കൂടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഡിക്കൽ ടേം നമ്മൾ പറയുന്നത്. ക്ലിയർ ആയോ? കണക്ഷൻ കിട്ടിയോ? റൂട്ട് വേർഡ്, പ്രിഫിക്സ്, സഫിക്സ് ഇവയെ കൂടി നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്? കമ്പൈനിങ് വവൽസ്. വവൽസ് ചേർത്ത് കൊടുത്തിട്ടാണ് മെഡിക്കൽ ടേംസ് പറയുന്നത്. ഓക്കെ ആണോ? അത്രയും വരെ ക്ലിയർ ആണോ? പ്രിഫിക്സ്, സഫിക്സ്, റൂട്ട് വേർഡ് പറയുമ്പോ ഈ വേർഡിൽ കൂടി നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്? എ ഇ ഐ ഒ യു ചേർത്ത് കൊടുത്തിട്ടാണ് മെഡിക്കൽ ടേം നമ്മൾ പറയുന്നത്. അവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. റെഗുലർലി യൂസ്ഡ് ടേം ഇൻ ഇ എം എസ്. എവിടെയാണ് നമ്മൾ ഇ എം എസ് പഠിച്ചിരിക്കുന്നത്? ഓർമ്മയുണ്ടോ? ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും മറച്ചു തുടങ്ങും, എവിടെയാണെന്ന് തപ്പി തുടങ്ങും അല്ലെ? ഓർമ്മയുണ്ടോ? ഇ എം എസ് CPR. അത് ഓർമ്മയുണ്ടോ? ഏത് ഭാഗത്താണ് നമ്മൾ പഠിച്ചത്? ഓക്കെ, വെരി ഗുഡ്. എമർജൻസി മെഡിക്കൽ സർവീസ് അല്ലെ? ഏത് ചാപ്റ്ററിലാണ് നമ്മൾ പഠിച്ചത്? ഏത് ചാപ്റ്ററിലാണ് അരുണിമ? ആംബുലൻസിലല്ലേ? ആണോ? ആംബുലൻസിലാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, എമർജൻസി മെഡിക്കൽ സർവീസ്. CPR which stands for, ഇനി അതിന്റെ എക്സ്പാൻഡ് ഫോം എന്താണ്? കാർഡിയോ പൾമണറി റീസിസ്റ്റേഷൻ. ഓക്കെ, അതാണ് അതിന്റെ എക്സ്പാൻഡ് ഫോം അല്ലെ? CPRന്റെ എക്സ്പാൻഡ് ഫോം. When we break it down, കാർഡിയോ, ഇവിടെ നോക്കിയേ, കാർഡിയോ ഈസ് എ റൂട്ട് വേർഡ്. ഇതൊരു റൂട്ട് വേർഡ് ആണ്. വിച്ച് മീൻസ് എന്താണ്? കാർഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർട്ട് ആണ് അല്ലെ? ഓക്കെ, അതിന്റെ മീനിങ് എന്താണ്? ഹാർട്ട് ആണ്. ആൻഡ് പൾമണറി, കാർഡിയോ കഴിഞ്ഞു നമ്മൾ എടുത്തു, അതിനുശേഷം പൾമണറി എന്ന് പറഞ്ഞ റൂട്ട് വേർഡിന്റെ മീനിങ് എന്താണ്? ലങ്സ് ആണ് അല്ലെ? ഓക്കെ, by executing CPR, we introduce the air into the lungs and circulate blood by pressing to the heart
ടു റിസീവ് ദ പേഷ്യന്റ്. അപ്പൊ എന്താണ് ഈ CPR നമ്മളിങ്ങനെ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? പ്രസ് ചെയ്യുന്നുണ്ട് അല്ലെ? പേഷ്യന്റിന്റെ ഹാർട്ടില് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ എയർ ലെൻസിലേക്ക് പാസ് ചെയ്തിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഹൃദയത്തിലേക്ക് ലെൻസ് എത്തുന്നത് വഴിയാണ് അങ്ങനെയാണ് CPR കൊടുക്കുന്നത് അല്ലെ? രോഗിക്ക് ലെൻസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എയർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതെന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ സർക്കുലേറ്റ് ചെയ്തുകൊണ്ട് ബ്ലഡിലൂടെ ഹൃദയത്തിലേക്ക് അത് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ ഇങ്ങനെയുള്ള ഇവിടെ കാർഡിയോ പൾമണറി എന്ന് പറഞ്ഞിരിക്കുന്ന വേർഡില് ഇതിന്റെ വവ്വൽ ഏതാണ് പറയാൻ പറ്റുമോ? ഏതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കമ്പൈനിങ് വവ്വൽ എന്ന് പറയുന്നത്? പറഞ്ഞു നോക്കിയേ. ഇതാണ് വവ്വൽ വരുന്നത്, കാർഡിയോ പൾമണറി. ആ വേർഡിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന വവ്വൽ ഏതാണ്? ഈ രണ്ട് വേർഡും ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പൈൻ ചെയ്യുന്ന ഒരു വവ്വൽ അതേതാണ്? ആ വേർഡ് ഒന്ന് നോക്കിയേ, ഏത് വേർഡാണ് അല്ലെങ്കിൽ ഏത് അക്ഷരമാണ് അല്ലെങ്കിൽ ഏത് ലെറ്റർ ആണ് അവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വവ്വലില്? ഓ അല്ലെ? ഓയാണ് അല്ലെ? കാർഡിയോ. അവിടെ എന്താണ് ഓ എന്ന് പറയുന്നത്? വവ്വലാണ് അല്ലെ? കാർഡിയോ പൾമണറി. രണ്ട് വേർഡും തമ്മിൽ കമ്പൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന വവ്വലാണ് ഓ. ഓക്കെ, കിട്ടിയോ? കണക്ഷൻ കിട്ടിയോ? റൂട്ട് വേർഡ് ആയാലും അതുപോലെ തന്നെ പ്രിഫിക്സും സഫിക്സിനായാലും നമ്മള് ഈ വവ്വല് ചേർത്തിട്ടാണ് നമ്മള് എന്താ പറയുന്നത്? മെഡിക്കൽ ടേം പറയുന്നത്. കിട്ടിയോ? റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ പാർട്ട്, അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ഭാഗമാണ്. മെഡിക്കൽ ടേമിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഭാഗമാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. പാർട്ട് ഓർ സ്റ്റം of a word is known as root word. വായിച്ചു നോക്കിയ റൂട്ട് വേർഡ്. റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാല് ഈ വേർഡാണ് മോളെ. റൂട്ട് വേർഡ് നോക്കിയേ, കാർഡിയോ എന്ന് പറഞ്ഞാൽ റൂട്ട് വേർഡ് ആണ്. അതുപോലെ തന്നെ പൾമണറി എന്ന് പറഞ്ഞാൽ റൂട്ട് വേർഡ് ആണ്. റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടന്റ് മെഡിക്കൽ ടേമിന്റെ അല്ലെങ്കിൽ മെഡിക്കൽ ടേമിൽ നമ്മൾ വാക്കുകൾ പറയുമ്പോൾ ഒരു ഇമ്പോർട്ടന്റ് ഭാഗമാണ്. നമ്മൾ ഒരു വേർഡ് പറയുമ്പോൾ റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെടിയുടെ ഒരു ഇമ്പോർട്ടന്റ് ഭാഗമല്ലേ? ഓക്കെ, മനസ്സിലായോ? അതുപോലെയുള്ള ഒരു ഭാഗമാണ് റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. നമ്മള് ഈ റൂട്ട് വേർഡ് പറയുമ്പോഴും പ്രിഫിക്സ് പറയുമ്പോഴും സഫിക്സും പറയുമ്പോഴും മെഡിക്കൽ ടേമില് ഇങ്ങനെ പ്രിഫിക്സ് സഫിക്സ് റൂട്ട് വേർഡ് ഒക്കെ പറയുമ്പോൾ നമ്മള് ഈ വവ്വല് ചേർത്തിട്ടാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഇപ്പോ അതാണ് ഇവിടെ ഓ ചേർത്തിട്ടുള്ളത്, കാർഡിയോ. ഓക്കെ, ഈ റൂട്ട് വേർഡിലെ കാർഡി അതുപോലെ തന്നെ പൾമണറി എന്ന് പറയുന്ന ഈ രണ്ട് വേർഡും കൂടി ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മള് എന്ത് ചേർക്കുന്നുണ്ട്? ഒരു വവ്വല് കമ്പൈൻ ചെയ്ത് പറയുന്നുണ്ട്. ക്ലിയർ ആയോ? അതാണ് ഇവിടെ ഓ എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. കാർഡിയോ പൾമണറി എന്ന് പറയുമ്പോ ഇവിടെ കമ്പൈൻ ചെയ്ത വവ്വലാണ് ഓ. മനസ്സിലായോ? നെക്സ്റ്റ് പറയട്ടെ. റൂട്ട് വേർഡ് ഓക്കെ ആണോ എല്ലാവർക്കും? വായിച്ചു നോക്കി, മനസ്സിലേക്ക് ഒന്ന് വായിക്കാം കേട്ടോ. പ്രിഫിക്സ് സഫിക്സ് റൂട്ട് വേർഡ്.
ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതൊക്കെ നിങ്ങൾ വാരി വലിച്ച് പഠിക്കണം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് മാത്രം. റൂട്ട് വേർഡ് എന്താണ്, പ്രിഫിക്സ് എന്താണ്, സഫിക്സ് എന്താണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ. എൻഡ് ഓഫ് ദ വേർഡ് ആണ് സഫിക്സ്. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ബിഗിനിങ് ഓഫ് ദ വേർഡ് ആണ്. അത് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കാം കേട്ടോ. അത്രയും മാത്രം ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. ഓക്കെ, ബാക്കിയെല്ലാം എക്സാമ്പിൾ ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കാം, അബ്രിവേഷൻസ്. എന്താണ് അബ്രിവേഷൻസ് എന്ന് പറഞ്ഞാല്? അബ്രിവേഷൻസ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അബ്രിവേഷൻസ് എന്ന് പറഞ്ഞാല് അബ്രിവേഷൻ ഷോർട്ട് ഫോംസ് അല്ലെ, ചുരുക്കി എഴുത്താണ് അല്ലെ. ഇപ്പോ നമ്മള് മറ്റേ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ പഠിച്ചു അല്ലെ, PHC, CHC, അതൊക്കെ എന്താണ്? ചുരുക്കി എഴുത്താണ് അല്ലെ. പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് അത് പറയുന്നതിന്റെ ചുരുക്കി എഴുത്ത്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ, ഇതൊക്കെ എന്താണ്? ചുരുക്കി എഴുത്താണ് അല്ലെ. ഓക്കെ, abbreviations are words which are used to shorten notes or documentation. Underline ചെയ്യാട്ടോ, underline ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് ഇത് മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. Abbreviations are words which are used to short notes, അതുപോലെ ഡോക്യുമെന്റേഷനുകളായാലും അതുപോലെ തന്നെ ഈ ഷോർട്ട് നോട്ട്സ് ഒക്കെ നമ്മൾ ചുരുക്കി എഴുതുന്നതിനെയാണ് അബ്രിവിയേഷൻസ് എന്ന് പറയുന്നത്. CHC, PHP, ഇതൊക്കെ നമ്മൾ പറയാറില്ലേ, PHC എന്നൊക്കെ. ഓക്കെ, PP അല്ലേ, അങ്ങനെയുള്ള ചുരുക്കി എഴുതുന്നത്. ഇനി എന്താണ്? when using abbreviations in a patient care report, you had better use only standard accepted abbreviations to avoid confusion and errors. Avoid എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴിവാക്കുക അല്ലെ. ഓക്കെ, ഇനി ഈ അബ്രിവിയേഷൻസ് എന്ന് പറയുമ്പോ പേഷ്യന്റ് കെയർ റിപ്പോർട്ടില് നമ്മൾ ചുരുക്കി എഴുത്തുകൾ എഴുതാറുണ്ട്. ഇങ്ങനെയുള്ള ചുരുക്കി എഴുത്തുകൾ അബ്രിവിയേഷൻസ് യൂസ് ചെയ്യുമ്പോ ഇവിടെ പേഷ്യന്റ് കെയർ റിപ്പോർട്ടിൽ ഇങ്ങനെയുള്ള അബ്രിവിയേഷൻസ് യൂസ് ചെയ്യുമ്പോ അത് എങ്ങനെയായിരിക്കണം? സ്റ്റാൻഡേർഡും യൂണിവേഴ്സലി ആക്സെപ്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് എന്നുള്ള ഒരു ഇത് നമ്മൾ മനസ്സിലാക്കാം കേട്ടോ. യൂണിവേഴ്സലി മൊത്തമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം, എല്ലാവർക്കും അറിയുന്ന രീതിയിൽ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലുമായിരിക്കണം അബ്രിവിയേഷൻസ് യൂസ് ചെയ്യാനായിട്ട്. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നത്? അവോയ്ഡ് കൺഫ്യൂഷൻ ആൻഡ് എറേഴ്സ് അല്ലെ. കൺഫ്യൂഷനും എറേഴ്സും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഇപ്പോ ഞാൻ എന്ത് ചെയ്തു? അരുണമിക്ക് ഒരു മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ ഷോർട്ട് ഫോംസിലാണ് നമ്മൾ എന്ത് ചെയ്യാറ്? മെസ്സേജ് അയക്കാറല്ലേ. അപ്പൊ എന്താണ്? എനിക്കും അരുണമയ്ക്ക് അറിയുള്ളൂ ഷോർട്ട് ഫോംസുകൾ, ബാക്കി ആർക്കും അറിയില്ല. പക്ഷേ ഇവിടെ എന്താണ്? മെഡിക്കൽ ടേമിൽ നമ്മൾ അബ്രിവിയേഷൻസ് ചുരുക്കി എഴുതുമ്പോൾ അതെങ്ങനെ വേണം ചെയ്യാനായിട്ട്? എങ്ങനെ വേണം? യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മള് ചുരുക്കി എഴുത്തുകൾ എഴുതേണ്ടത്. മനസ്സിലായോ? ഇതിനു വേണ്ടിയിട്ടാണ് ആ വർക്കേഴ്സ് തമ്മിലല്ലേ, മെഡിക്കൽ വർക്കേഴ്സ് തമ്മില് കൺഫ്യൂഷനും അതുപോലെ തന്നെ എറേഴ്സുകളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരാണല്ലോ യൂസ് ചെയ്യുന്നത് അല്ലെ. സാധാരണക്കാരല്ല ഇങ്ങനെയുള്ള അബ്രിവിയേഷൻസ് യൂസ് ചെയ്യുന്നത്. മെഡിക്കൽ ഫീൽഡിലുള്ള വർക്കേഴ്സ് ആണ് ഇങ്ങനെയുള്ള ചുരുക്കി എഴുത്തുകൾ അറിഞ്ഞിരിക്കേണ്ടതും. അതുപോലെ തന്നെ എവിടെ ചെന്നാലും അല്ലെ യൂണിവേഴ്സലി അത് ആക്സെപ്റ്റ് ആയിട്ടുള്ള രീതിയിലുമായിരിക്കണം. എല്ലാം എവിടെ പോയാലും അവർക്ക് അത് അറിഞ്ഞിരിക്കണം. ഇത് ഇതിന്റെ ഷോർട്ട് ഫോം എന്നുള്ളത്. ഓക്കെ, അവര് തമ്മില് കൺഫ്യൂഷനും എറേഴ്സും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്റ്റാൻഡേർഡ് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ട് വേണം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? This list is made to help decipher. Decipher എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. Decipher documents written by other healthcare professionals. എന്താണ്? Okay. And before using any abbreviations in report, it is essentially to be
familiar with the approved use of abbreviations in your local or service area? എന്താ പറയുന്നത് ഇവിടെ ഇങ്ങനെയുള്ള abbreviations അല്ലേ എന്താണ് this list is meant to help decipher document. Decipher എന്ന് പറഞ്ഞാല് മനസ്സിലാക്കുക ട്ടോ. ഓക്കെ അപ്പോ other health care professionals documentation ചെയ്യുമ്പോൾ ഡോക്യുമെന്റ്സുകൾ എഴുതുമ്പോൾ ചെയ്യുമ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സ് ആയാലും യൂണിവേഴ്സലി ആക്സെപ്റ്റ് ആയിട്ടുള്ള രീതിയിലും നമ്മൾ അബ്രിവേഷൻസ് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഇപ്പോ പല റിപ്പോർട്ടുകൾ അല്ലെ പേഷ്യന്റ് കെയർ റിപ്പോർട്ടുകളൊക്കെ എഴുതുമ്പോൾ അബ്രിവേഷൻസ് അതിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിനു മുമ്പായിട്ട് ലോക്കൽ സർവീസ് ഏരിയയിൽ യൂസ് ചെയ്യുന്ന അബ്രിവേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം കാര്യങ്ങളാണ് അബ്രിവേഷനിൽ വരുന്നത് കേട്ടോ. ജസ്റ്റ് ഇത്ര മാത്രം അറിഞ്ഞിരിക്കാം. അബ്രിവേഷൻസ് എന്ന് പറയുന്നത് എന്താണ് ഡോക്യുമെന്റേഷൻ ചെയ്യുമ്പോഴും ഷോർട്ട് നോട്ടുകൾ എഴുതുമ്പോഴും നമ്മൾ ചുരുക്കി എഴുതുന്നതിനെയാണ് അബ്രിവേഷൻസ് എന്ന് പറയുന്നത്. ഇത്ര മാത്രം പഠിച്ചാൽ മതി. ഓക്കെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്താണ് അബ്രിവേഷൻസ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിരിക്കണം, അതുപോലെ സ്റ്റാൻഡേർഡ് ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് അതിന്റെ ഒന്ന് അറിഞ്ഞിരിക്കാം കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ് മറ്റുള്ളവർക്ക് കൺഫ്യൂഷനും മെഡിക്കൽ ടീമിലുള്ള വർക്കേഴ്സിന് കേട്ടോ അവരാണല്ലോ ഈ അബ്രിവേഷൻസ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കൺഫ്യൂഷനും എറേഴ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്ര മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അതിന്റെ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. Abbreviations are words which are used to shorten notes or documentation. Clear ആയോ abbreviations? ഓക്കെ ആണോ? നമുക്ക് ടേബിൾ ഒന്ന് നോക്കാം. ക്ലിയർ ആണല്ലേ? ഓക്കെ ടേബിൾ നോക്കിയേ. ഇവിടെ പ്രിഫിക്സ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പ്രിഫിക്സ് എന്താണെന്ന് പറഞ്ഞത് നമ്മൾ പഠിച്ചത് എന്താ? പ്രിഫിക്സ് എന്താ ഒന്നും കൂടെ ഓർത്ത് നോക്കിയേ. പ്രിഫിക്സ് എന്താണ്? മെഡിക്കൽ ടേമിന്റെ ഏത് ഭാഗമാണ്? ബിഗിനിങ് ആണ് അല്ലെ ഫസ്റ്റ് ഭാഗം. ഓക്കെ ഇവിടെ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, പ്രിഫിക്സ് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ മീനിങ് എന്താണെന്നും കൂടിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ നോക്കിയേ. എ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. നമ്മൾ പറഞ്ഞു പ്രിഫിക്സ് എന്ന് പറഞ്ഞാല് ആദ്യ ഭാഗമാണ് അല്ലെ മെഡിക്കൽ ടേമിന്റെ ആദ്യ ഭാഗമാണ്. അവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ ഒരു എന്താണ് ഒരു വര കൊടുത്തിരിക്കുന്നത് കണ്ടോ ഹൈപ്പൺ അല്ലെ. എന്താണ് ഈ പ്രിഫിക്സ് കഴിഞ്ഞതിന് ശേഷം തുടർഭാഗങ്ങൾ വരാറുണ്ട്. ഓക്കെ അതാണ് അവിടെ മീൻ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ പറയുമ്പോ അങ്ങനെ പറയില്ല. ഓക്കെ അപ്പോ എ എന്താണ് പ്രിഫിക്സിൽ എ മീൻ ചെയ്യുന്നത് വിത്തൗട്ട് ഓർ ഫോർ വാണ്ട്. വിത്തൗട്ട് എന്ന് പറഞ്ഞാല് ഇല്ലാതെ. ഓക്കെ ഫോർ വാണ്ട് ഓഫ് എന്ന് പറഞ്ഞാല് ആവശ്യമായിരിക്കുക. ക്ലിയർ ആയോ? ഓക്കെ മീൻസ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ടേബിള് ഫസ്റ്റ് ഭാഗം ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പേജിലേക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒന്ന് മാർക്ക് ചെയ്ത് തരാം കേട്ടോ. അത് മാത്രം സ്ട്രെസ് കൊടുത്തൊന്ന് പഠിക്കാം. മനസ്സിലായോ? അപ്പൊ എ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് പ്രിഫിക്സ് എ എന്ന് പറഞ്ഞാല് അതിന്റെ മീൻ ചെയ്യുന്നത് വിത്തൗട്ട് ഓർ എന്താണ് ഫോർ വാണ്ട് ഓഫ്. വിത്തൗട്ട് എന്ന് പറഞ്ഞാല് ഇല്ലാതെ, ഫോർ വാണ്ട് ഓഫ് എന്ന് പറഞ്ഞാല് ആവശ്യമായിരിക്കുക. ഇനി എ ബി എന്താണ്? ബിയോണ്ട് അല്ലെ അപ്പുറം. മീനിങ് ആണ് അപ്പുറം ബിയോണ്ട്. ഇനി നമുക്കറിയാം അബ്ഡോമൻ അല്ലെ. അബ്ഡോമൻ അബ്ഡോമൻ എന്താണ്? അബ്ഡോമൻ എന്ന് പറഞ്ഞാല് നമുക്കറിയാം അല്ലെ എന്താണ്? സ്റ്റോമക്ക്. ഓക്കെ ആമാശയം. ഇനി എന്താണ്? നെക്സ്റ്റ് വണ്ണാണ് അക്രോ. അക്രോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വവ്വല് ചേർത്ത് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്? അക്രോ എന്നാണ് കേട്ടോ അത് പറയുന്നത്. അക്രോ pertaining to and severity. എന്താണ്?
ഒരു തീവ്രമായിട്ട് ബന്ധപ്പെട്ട സിവിയറിറ്റി അല്ലെങ്കിൽ സിവിയർ എന്ന് പറഞ്ഞാൽ എന്താണ് തീവ്രത അല്ലെ. അപ്പൊ തീവ്രമായിട്ട് ബന്ധപ്പെട്ടതാണ് അക്രോ എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെയാണോ എല്ലാവരും ഇത്രയും പറഞ്ഞതിൽ വെച്ചിട്ട്? നെക്സ്റ്റ് പറയട്ടെ മിസ്. ഇനി നെക്സ്റ്റ് ആണ് AD. AD എന്താണ്? ടു ഇൻ ദ ഡയറക്ഷൻ ഓഫ്. ടു എന്ന് പറഞ്ഞാൽ അറിയാലോ വരെ. ഇൻ ദ ഡയറക്ഷൻ ഓഫ് എന്ന് പറഞ്ഞാല് ദിശ അല്ലെ, ഡയറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ദിശ പറയും. ഇനി എന്താണ്? എഡനോ അല്ലെ, എഡനോ അഡിനോ സോറി കേട്ടോ, അഡിനോ. ഓക്കെ, എന്താണ്? റഫറിങ് ടു ദ ഗ്ലാൻഡ്. എന്താണ്? ഒരു ഗ്രന്ഥിയെ പരാമർശിക്കുന്നു. മനസ്സിലായോ? അഡിനോ. അഡിനോ എന്ന് പറഞ്ഞാല് റഫറിങ് ടു എ ഗ്ലാൻഡ്, ഒരു ഗ്രന്ഥിയെ പരാമർശിക്കുന്നു. ഇനി എന്താണ്? ആൻഡ് വിത്തൗട്ട്, ഫോർ, വാണ്ട് ഓഫ്. വിത്തൗട്ട് അറിയാലോ ഇല്ലാതെ. വിത്തൗട്ട് എന്ന് പറഞ്ഞാല് ഇല്ലാതെ. അതുപോലെ തന്നെ ഫോർ വാണ്ട് ഓഫ് എന്ന് പറഞ്ഞാല് ആവശ്യത്തിന്. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് ആണ് അന. അപ്പ്, ബാക്ക്, വൺ മോർ ടൈം. അപ്പ് എന്ന് പറഞ്ഞാല് മുകളിൽ, ബാക്ക് അറിയാലോ പിന്നിൽ അല്ലെ. വൺ മോർ ടൈം എന്താണ്? ഒന്നും കൂടി അല്ലെ, ഒന്നുകൂടി. ഇനി എന്താണ്? ആൻജിയോ, വെസൽ. അതിന്റെ മീനിങ് ആണ് വെസൽ, ആൻജിയോഗ്രഫി. നമ്മൾ പഠിച്ചിട്ടേ. ഓക്കെ, ബ്ലഡ് വെസൽ അറിയാലോ. അതുപോലെ ആന്റി, പ്രയർ ടു ഫോർവേഡ് അല്ലെ, മുൻപ്. പ്രയർ ടു എന്ന് പറഞ്ഞാല് മുൻപ്, ഫോർവേഡ് എന്താണ്? മുന്നോട്ട്. ആന്റി, അവേഴ്സ് ടു. അതുപോലെ തന്നെ ഫോർവേഡ് എന്താണ്? വിമുഖത. അവേഴ്സ് ടു എന്ന് പറഞ്ഞാല് വിമുഖത, ഫോർവേഡ് എന്ന് പറഞ്ഞാല് മുന്നോട്ട്. പിന്നെന്താണ്? ആർട്ടീരിയോ. എന്താണ്? ആർട്ടറി അല്ലെ, ആർട്ടറി. ആർട്ടറി എന്ന് പറഞ്ഞാല് ധമനിയുമായിട്ട് ബന്ധപ്പെട്ട. അതുപോലെ എന്താണ്? ആർത്തോ അല്ലെ, പെർറ്റൈനിങ് ടു ജോയിന്റ്. ജോയിന്റ് അല്ലെ, സന്ധിയുമായിട്ട് ബന്ധപ്പെട്ടത്. അതുപോലെ നെക്സ്റ്റ് എന്താണ്? ഓട്ടോ, വൺ സെൽഫ്, സ്വയം അല്ലെ. സെൽഫ് എന്ന് പറഞ്ഞാൽ സ്വയം. BI എന്താണ്? ടു, ബൈ. ബൈ എന്ന് പറയും കേട്ടോ, ബൈ. എന്ന് പറഞ്ഞാൽ ബൈ, ടു. ഇനി അതുപോലെ ബയോ, ഓ ചേർത്ത് പറയുന്നുണ്ട് കേട്ടോ, വകല് കമ്പൈൻ ചെയ്ത് പറയും. ബയോ, ബയോളജി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ബിലോങ്ങിങ് ടു ലൈഫ്, ജീവനുമായിട്ട് ബന്ധപ്പെട്ട. ഇനി എന്താണ്? ബ്ലാസ്റ്റോ. ഓ കണ്ടോ വരുന്നത്? ലാസ്റ്റ് ഓ ചേർത്ത് പറയുന്നുണ്ട് കേട്ടോ. ബ്ലാസ്റ്റോ, ജെർം ഓർ സെൽ അറിയാലോ, അണുക്കൾ അല്ലെങ്കിൽ എന്താണ്? കോശം. എന്താണ്? ഗ്ലിഫാറോ. കണ്ടോ, ഓ ചേർത്തിട്ടാണ് ഇവിടെ പറയുന്നത്. ഗ്ലിഫാറോ, ബിലോങ്ങിങ് ടു ആൻഡ് എന്താണ്? ഐലിഡ്. ഓക്കെ, കൺപോളിയുമായിട്ട് ബന്ധപ്പെട്ട. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് പോർഷനിൽ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, മിസ് ഒന്ന് അണ്ടർലൈൻ അടയാളപ്പെടുത്തി തരാം കേട്ടോ, മാർക്ക് ചെയ്ത് തരാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. സീരിയൽ നമ്പർ പറഞ്ഞാൽ മതിയല്ലേ മിസ്? ഓക്കെ, സീരിയൽ നമ്പർ മിസ് പറയാം കേട്ടോ. 3 അബ്ഡോമൻ, 3. അതുപോലെ 6, 9, 30. Next 40. Next 17. Next last one 18. Faro 18. Okay, ഒന്നുകൂടി പറയാം കേട്ടോ, എനിക്ക് കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം. 3, 6, 9, 13, 14,
17, 18. ഓക്കെ, കിട്ടിയോ എല്ലാവർക്കും? 3, 6, 9, 13, 14, 17, 18. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്ര വരെ മിസ് എടുക്കുന്നുള്ളൂ. ഫസ്റ്റ് ഭാഗങ്ങള് ഫിസിക്സ് നോക്കാം, സബിക്സ് നോക്കാം, റൂട്ട് വേർഡ് എന്താണ്, അബ്രിവേഷൻ എന്താണ് എന്നുള്ളതൊന്നും ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് മാത്രം ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഇപ്പൊ മിസ് പറഞ്ഞ ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പറഞ്ഞില്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, ഇത്ര വരെയും ക്ലിയർ അല്ലേ എല്ലാവർക്കും? മിസ് പറഞ്ഞ നമ്പർ മാത്രം സ്ട്രെസ് കൊടുത്ത് പഠിച്ചാൽ മതി കേട്ടോ. Okay. Thank you.